പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് അമ്മയുടെ രൂപധ്യാനത്തിലൂടെ അമ്മയുടെ പരാരൂപത്തിലേക്ക് സഞ്ചരിക്കുന്ന വരികളാണ്. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല. നിർലേപ, ലേപ, ലേപനം എന്നാൽ നമുക്കറിയാം എന്തോ ഒന്ന് പുറത്ത് നമ്മളുടെ തൊലി, അതായത് സ്കിന്നിൽ ഉള്ളതാണ് ലേപനം. അപ്പോൾ ഇവിടെ നിർലേപ എന്നാണ്, പുറത്തുള്ളതല്ല. അതായത് ഒരു തരത്തിലുള്ള മായകളിലോ മാലിന്യങ്ങളിലോ സൃഷ്ടികളിലോ ബന്ധപ്പെടാത്ത ആ ശക്തിയെയാണ് ഇവിടെ നമ്മൾ രൂപധ്യാനത്തിൽ പോലും ചെയ്യുന്നത്. അപ്പോൾ ഒരു രൂപത്തിലൂടെ നമ്മൾ അമ്മയുടെ പരാരൂപത്തിലേക്ക്, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത രൂപത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ആ ദീർഘം പോലും. നിർലേപ, നിർലേപ, നിർമ്മല. മലങ്ങൾ എന്നാൽ മുമ്മലങ്ങൾ എന്ന് തമിഴിൽ പറയാറുണ്ട്, നമുക്കറിയാം. മുമ്മലങ്ങൾ എന്നാൽ 3 തരത്തിലുള്ള മലങ്ങൾ, അതായത് ആണവമലം, കന്മം, മായ. ആണവം എന്നാൽ ഞാൻ, എന്റേത് എന്ന് പറയുന്ന ആദ്യത്തെ മലം. രണ്ടാമത്തത് കർമ്മം, അതാണ് കന്മം. മൂന്നാമത്തേത് ശരീര ബന്ധപ്പെടുത്തിയതാണ്, അതായത് വസ്തുക്കൾ, ഗാഡ്ജറ്റ്സ്, ഇതെല്ലാമാണ് മൂന്നാമത്തത്. ഈ മുമ്മലങ്ങളും പെടാത്തതാണ് അമ്മ, അതിനാൽ നിർമ്മല. അപ്പോൾ ആദ്യം നിർലേപ, നിർമ്മല. നിത്യ, ഒരു ദീർഘം ഇവിടെയുണ്ട്, നിത്യ. നമ്മൾ നിത്യപൂജ എന്ന് പറയുമ്പോൾ ഡെയിലിയാണ്, റുട്ടീൻ. ഇവിടെ നിത്യ, അതായത് സനാതനമായ, അനാദിയായ, അതാണ് ആ ദീർഘം പോലും. നിത്യം, സനാതനമായ, ശാശ്വതമായ, കാലാതീതമായ, ബ്രഹ്മാണ്ടമായ, ആത്മാവായ, മൂലപ്രകൃതിയായ ദേവിയെ, അമ്മയെയാണ് ഇവിടെ പറയുന്നത്. അതാണ് നിത്യ. നിരാകാര, നിരാകാരയാണ് അമ്മ. ആകാരമില്ലാത്ത, രൂപമില്ലാത്ത, രൂപാതീതമായ അമ്മയുടെ പരബ്രഹ്മ സ്വരൂപത്തെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. അതാണ് നിരാകാര. ഒരു തരത്തിലുള്ള ആകാരങ്ങൾക്കും അടക്കാനാകില്ല. എങ്കിലും നമ്മൾ നമുക്കായി, ഈ ലോകക്ഷേമത്തിനായി ഒരു രൂപം കൽപ്പിക്കുന്നു. ഭദ്രകാളിയായോ സരസ്വതിയായോ ലക്ഷ്മിയായോ ഗൗരിയായോ എല്ലാം. അപ്പോൾ ആ രൂപത്തിലും നമുക്ക് കാണാം രൂപാതീതയുമാണ്. മറ്റൊരർത്ഥം നിരാകാര എന്നാണ്. ആ എന്ന അക്ഷരം, ആകാര, ആ രണ്ടാമത്തെ അക്ഷരം എന്നൊന്നുണ്ടാകില്ല. അതായത് അദ്വൈതം, രണ്ട് എന്നൊന്നുള്ളതില്ല. ആകാരം ഇല്ലാതാകുന്നു. അതാണ് അദ്വൈതമായ ദേവിയാണ് ഇവിടെ പറയുന്നത്. അദ്വൈത വേദാന്തം തന്നെയാണ് ഇവിടെ ഒറ്റ വരിയിൽ പറയുന്നത്. നിർഗുണ, നിഷ്കലാശാന്ത, നിഷ്കാമ, നിരുപപ്ലവ. നിർഗുണയാണ് അമ്മ, ഗുണാതീതമായ. അതാണ് അദ്വൈത വേദാന്തം എന്ന് എടുത്തു പറഞ്ഞത്. നിർഗുണ പരബ്രഹ്മ സ്വരൂപമായ അമ്മ. നേതി നേതി എന്ന് പറയില്ലേ, നോട്ട് ദിസ് നോട്ട് ദാറ്റ്, ഇതുമല്ല അതുമല്ല, എന്നാൽ അതുമാണ് ഇതുമാണ്. അപ്പോ ആ അദ്വൈത വേദാന്തത്തിന്റെ പൊരുളാണ് ഇവിടെ പറയുന്നത്. സകല സത്വ രജതമോ ഗുണങ്ങൾക്കും അതീതയായ അമ്മ. നിർഗുണ, നിഷ്കല. നിഷ്കല, കല എന്നാൽ നമുക്ക് ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ ചന്ദ്രകല, സകല ചന്ദ്രന്റെ ഓരോരോ വളർച്ചയും ചേർന്നാണ് പൗർണമിയാകുന്നത്. നമ്മൾ ജടാകലാപം എന്ന് പറയും. അതായത് ഓരോ ജടകളും ചേർന്നതാണ് ഭഗവാൻ മഹാദേവന്റെ കലാപം, ജടാകലാപം. അതുപോലെ സകല കലകളും ചേർന്ന, ഒരു തരത്തിലുള്ള ഭേദങ്ങളും ഡിവിഷൻസും ഇല്ലാത്തതിനാൽ നിഷ്കല. നമ്മളെപ്പോഴും തർക്കിക്കാറുള്ളതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മയാണ് വലുത്, എൻ്റെ ദേവിയാണ് വലുത്, മഹാവിഷ്ണുവാണ് വലുത്, മഹാദേവനാണ് വലുത്, സ്കന്ദനാണ് വലുത്. ഇത്തരത്തിലുള്ള ഭേദങ്ങൾ ഉണ്ടാകരുത്. അതാണ് നിഷ്കല. കലകളായി നമ്മൾ പിരിക്കുന്നു, പക്ഷെ ഈ കലകളെല്ലാം ചേർന്നതാണ് ദേവി എന്ന പൗർണമി, പൂർണ്ണരൂപം. അതാണ് ഇവിടെ നിഷ്കല. ശാന്ത, ദീർഘമുണ്ട്, ശാന്ത. അതായത് സകല ശാന്തതകളും, ശാന്തതയും ശാന്തിയും ചേർന്ന
അതായി തന്നെ മാറുന്ന അവസ്ഥയാണ് ശാന്ത. അപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആദ്യം പറയാൻ തോന്നുന്ന വാക്ക് എന്തായിരിക്കും? എത്ര നിഷ്കളങ്കത. ആ നിഷ്കളങ്കത കുഞ്ഞിലുള്ളതിനാലാണോ അതോ ആ കുഞ്ഞ് നിഷ്കളങ്കമായതിനാലാണോ? രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ അത് ആ സ്റ്റേറ്റിലാണ്, ആ അവസ്ഥയിലാണ്. അതുപോലെ അമ്മ ശാന്തയാണ്, കാരണം ശാന്തത അമ്മയിൽ കുടികൊള്ളുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്ര ആഴത്തിലുള്ള ശാന്തതയാണ്. നിഷ്കള ശാന്ത നിഷ്കാമ. നിഷ്കാമ കർമ്മം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. സ്വന്തം താല്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു കർമ്മമോ പ്രവർത്തികളോ ഇച്ഛകളോ ദേവി എന്ന സ്വരൂപത്തിനോ ഇല്ല. പേഴ്സണൽ ആയിട്ടൊന്നുമില്ല ഇവിടെ അമ്മയ്ക്ക്. നമ്മൾക്കായി പ്രാർത്ഥിക്കുന്നു, ധ്യാനം ചെയ്യുന്നു. അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പേഴ്സണൽ ട്രേറ്റ്സും ഇല്ല. കൂടുതൽ നേരം പ്രാർത്ഥിച്ചു, കൂടുതൽ അനുഗ്രഹം, കുറച്ചേ പ്രാർത്ഥിച്ചുള്ളൂ, കുറച്ച് അനുഗ്രഹം, അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അമ്മ കുടുങ്ങില്ല. കാരണം നമ്മളുടെ ആവശ്യത്തിനാണ് ഈ കഥകളൊക്കെ പറയുന്നത്. അമ്മ നിഷ്കാമയാണ്. അതാണ് എടുത്തു പറയുന്നത്. നിഷ്കാമ നിരുപപ്ലവ. ഒരു തരത്തിലുള്ള തടസ്സങ്ങളിലോ ഒബ്ജക്ഷനുകളിലോ ഒരു തരത്തിലും അമ്മ പെടുന്നില്ല. കാരണം അമ്മ പൂർണ്ണ രൂപത്തിലാണ്. നമ്മളുടെ ആവശ്യത്തിനായി അമ്മയെ ഭേദം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ദശമഹാവിദ്യയായും പല രൂപങ്ങളിലും. അതാണ് ഈ വരികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.